ക്ലിയർ ആണ്. ഒരു ഡൗട്ട് ഉണ്ട്. ആ ഇന്നലെ എടുത്ത ക്ലാസ് ഒരു ഡൗട്ടാണ്. അപ്പോ ഇന്നലെ പറഞ്ഞില്ലേ ആ നമ്മളെ ഡിറ്റക്ഷന്റെ പോയിന്റിക്ക് രണ്ട് ഉം, റെസിസ്റ്റർ വഴി കണക്ഷൻ വരുന്നുണ്ട് പറഞ്ഞില്ലേ ആ എടുത്തത്. അപ്പൊ നമ്മള് ഈ ജി ആർ വാല്യൂ റീഡ് ചെയ്യുമ്പോൾ ഒരു 350 ആണ് റീഡിങ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ആ റെസിസ്റ്ററിന്റെ കണക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് റെസിസ്റ്റർ പറഞ്ഞല്ലോ, ഏതെങ്കിലും ആ ഒന്ന് ആ റെസിസ്റ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ജി ആർ വാല്യൂല് വ്യത്യാസം വരുമോ? വ്യത്യാസം വരും. പക്ഷെ നമുക്ക് ഓൾറെഡി അവിടുത്തെ ജി ആർ വാല്യൂ നമുക്ക് അറിയില്ലല്ലോ. സെയിം സെറ്റിന്റെ ജി ആർ ആ വാല്യൂ നിങ്ങൾ അളന്ന് എടുത്തിട്ട് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ അതേ സെയിം സെറ്റ് നിങ്ങളെ കയ്യിലുണ്ട് എങ്കിൽ, ആ കാരണം അത് നിങ്ങൾക്ക് അത്രയും സർക്യൂട്ട് ചെക്ക് ചെയ്യൽ പോസിബിൾ ആവുമോ? ഇല്ലല്ലോ. ഇല്ല. അതായത് ഇതിപ്പോ ഒരു നോട്ട് 10 എന്നുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ, നോട്ട് 10 ഈ പോയിന്റിലെ ജി ആർ വാല്യൂ 350 ആണെന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഇതിലിപ്പോ ഈ ഒരു ലൈന് കംപ്ലൈന്റ് ആണെങ്കിൽ എത്രയാണ് വരിക, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സെറ്റിന്റെ ഇവിടുത്തെ റീഡിംഗ് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മൾ മനസ്സിലായില്ല. ആ നിങ്ങൾ വർക്കിംഗ് സെറ്റിന്റെ റീഡിംഗ് അവിടെ കിട്ടുന്നത് 350 ആണെന്നുണ്ടെങ്കിൽ, ഇത് 350 ആണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? വേറൊരു സെറ്റിന്റെയും കൂടെ എന്ത് ചെയ്യണം? ഒരു സെറ്റിന്റെ അതേ സെയിം സെറ്റിന്റെ ഒരു റെസിസ്റ്റർ ഒഴിവാക്കിയിട്ട് ഉം. അവിടെ എത്ര റീഡിംഗ് വരുന്നുണ്ട് നിങ്ങൾ മാനുവലി ചെക്ക് ചെയ്യണം. ആ ആ എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ല, ഈ ഓക്കെ. ബോർണുകളൊക്കെ ചില സ്ഥലങ്ങളിൽ കാണിക്കല്ലേ, അവിടെ വരുന്ന വാല്യൂന്റെ ഇത്. വാല്യൂ അതാ പറ അതൊക്കെ. അതായത് അതിൽ കൊടുക്കുന്ന വാല്യൂ നമ്മൾ അത് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് നമുക്ക് നാളെ തന്നെ റിപ്പീറ്റ് ആണ് വരുന്നത്. ആ അതായത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഇവിടെ ഇപ്പൊ ഞാൻ രണ്ട് രജിസ്റ്റർ മാനുവലി രണ്ട് രജിസ്റ്റർ നിങ്ങളെ കയ്യിൽ തരികയാണെന്നുണ്ടെങ്കിൽ, ഇതിനൊരു 100ഉം ഇതിന് 100ഉം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. ഇതിന്റെ അക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 ഉം. കിട്ടും. ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് R1 + R2 എത്ര കിട്ടും? 200. 200 കിട്ടും. ആ ആ സർക്യൂട്ട് ഇവിടെ സിമ്പിൾ ആയി. സർക്യൂട്ട് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെ ലൂപ്പ് ചെയ്തിട്ട് ഒരുപാട് ചിപ്പുകൾ, IC കാര്യങ്ങളൊക്കെ വരുമ്പോൾ, കപ്പാസിറ്റർ, PA, അങ്ങനെ കുറെ സർക്യൂട്ട് ലൂപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? R1 + R2 ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ പക്ഷെ മദർ ബോർഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു രജിസ്റ്റർ ഒരു മൂലക്കലും ഒരു രജിസ്റ്റർ ചിലപ്പോൾ വേറെ സ്ഥലത്തും ആവും. നമ്മൾ ഈ ഒരു സെക്ഷനിലല്ല പറഞ്ഞത്. പൊതുവെ ഒരു രജിസ്റ്റർ ഒരു തലക്കലും മൂലക്കലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് ചെക്കിൽ നമുക്ക് എന്താവില്ല, പോസിബിൾ ആവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാനുവലി ചെക്ക് ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ മാർഗം എന്താ? ഒന്നുകിൽ എന്ത് ചെയ്യണം, ഇതിന്റെ ടോട്ടൽ ഇവിടെ ഒരു 1.8 വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 1.8 വോൾട്ടിന് ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ സംഭവിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഈ റെസിസ്റ്റർ നമുക്ക് ഇവിടെ നിന്ന് ഊരിട്ടിട്ട് നമുക്ക് ഇവിടെ 1.8 വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. നമുക്ക് അത്ര ഒന്നും പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ അക്രോസ് ആയിട്ട് ഇതൊന്ന് മാനുവലി ചെക്ക് ചെയ്ത് നോക്കുക, ഇതൊന്ന് മാനുവലി ചെക്ക് ചെയ്ത് നോക്കുക. ഉം, ഉം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ കിട്ടുന്ന 350 GR വാല്യൂ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പം വ്യത്യാസം ഇല്ലാതിരിക്കും, കറക്റ്റ് ഉണ്ടാവും. അതിന് ഉം. കാരണം വേറൊരു തിയറിയും കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. രണ്ട് റെസിസ്റ്റർ നിങ്ങൾ എടുക്കുകയാണ്. അതായത് പാരലൽ ആയിട്ടുള്ള രണ്ട്. ഈ കറണ്ടിന് ഒരു സ്വഭാവമുണ്ട്. അവനക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗത്തോട് കൂടെ മാത്രമേ കറണ്ട് എന്ത് ചെയ്യുള്ളൂ, പാസ് ചെയ്യുള്ളൂ. ഫോർ ആ എക്സാമ്പിൾ, നിങ്ങൾക്ക് രണ്ട് വാതിൽ തരികയാണ്. ഒന്ന് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാതിലും ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു വാതിലും തന്നു കഴിഞ്ഞാൽ, നിങ്ങളെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ കൂടെ നിങ്ങൾക്ക് പ്രവേശിക്കേണ്ട എന്തില്ല, ആവശ്യമില്ല. അവർക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു 6 അടി വീതിയുള്ള ഇതിൽ കൂടെ പ്രവേശിക്കുള്ളൂ. ഒരടി ഉള്ളത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു അര അടി ഉള്ളത് കാണുമ്പോൾ അതിലൂടെ ഇങ്ങനെ തിക്കി തിരങ്ങി പോകേണ്ട ആവശ്യം നമുക്കില്ല. ഈ കറണ്ടും അതേപോലെ തന്നെയാണ്. ഓനക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണോ അതിലൂടെ മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് പാസ് ചെയ്യുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ ഒരു രജിസ്റ്റർ കൊടുത്ത് ഇവിടെ നമ്മൾ 100K കൊടുത്ത്, ഇവിടെ നമ്മൾ ഒരു എന്ത് ചെയ്ത് ഒരു 10K കൊടുത്ത്, 10 അല്ല 100K കൊടുത്ത്, ഇവിടെ ഒരു 10 ഹോംസും കൊടുത്ത്, ഇവിടെ ഉം. നമ്മൾ അക്രോസിൽ എന്ത് ചെയ്യാണ്? ഒരു 5 വോൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. കാരണം ഇവിടെ 10 ഓംസ് ഉള്ളൂ. കറണ്ടിന് എന്ത് ചെയ്യാം? മാക്സിമം ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. ഉം. ഇല്ലേ? ഉം. ഉം. അപ്പോ നിങ്ങൾ ഇവിടുത്തെ ഇംപഡൻസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഇംപഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഇംപഡൻസ് അവിടെ കിട്ടുള്ളൂ. ഈ ആ 100K എന്നുള്ള റെസിസ്റ്റൻസ് അവിടെ കാണിക്കൂല. ഞാൻ ഉം, പറഞ്ഞ ഉം. മനസ്സിലാവണ്ട. ഇവിടെ ആ 100K മനസ്സിലായി. അവിടെ, അതായത് നിങ്ങൾ ഇവിടെ മൾട്ടിമീറ്റർ ഇട്ട് ചെക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ? ആ മൾട്ടിമീറ്ററിന്റെ വോൾട്ടേജ് 10 ഓംസ് കൂടെ വരുന്നുണ്ട്. പിന്നെ ഓന് വെറും 100K കൂടെ വരൂല. അതുകൊണ്ട് 100K എന്നുള്ള സംഗതി അവിടെ എന്ത് ചെയ്യൂല, കാണിക്കൂല. കാണിക്കൂല. അവിടെ 10 കാണിക്കുള്ളൂ. ഉം, റെസിസ്റ്റൻസ് ഉം. ആണ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ കാണിക്കുള്ളൂ? ആ 10 അവിടെ ഉണ്ട്. അവിടെ 100K അത്രയും ഹൈ വാല്യൂ ആണ്. അതായത് നമുക്ക് ഇതൊരു ഓയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്താ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ അത്രയും കറണ്ട് ആയിക്കൂടെ എന്ത് ചെയ്യൂല, പാസ് ആവൂല. ചെറിയ വ്യത്യാസം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവില്ലെന്നല്ല, നമുക്ക് ഏറ്റവും കറണ്ടിനെ പാസ് ചെയ്യാൻ സുഖം ഇതിലൂടെ. അതുകൊണ്ടാണ് ഈ സർക്യൂട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇംപെഡൻസ് മാത്രം നോക്കി, ഇംപെഡൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് വരുന്ന ഇംപെഡൻസ് ആണോ ഈ സൈഡിൽ നിന്ന് വരുന്ന ഇംപെഡൻസ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കൂല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മാനുവൽ ചെക്ക് ചെയ്യും. ഈ റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, CPU ടു ഉള്ള കണക്ഷൻസ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഈ കണക്ഷൻസ് ഇവിടെ ഇല്ല എങ്കിലും ഇവിടെ ഈ 350 കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഓൾറെഡി ഒരു 1.8 വോൾട്ടേജ് ഇവിടെ വരുന്നുള്ളത് കൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ ചാടി കയറി CPU റീബോർഡ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ ആദ്യം ഈ ഒരു റെജിസ്റ്റർ ഒഴിവാക്കിയിട്ട് CPU എന്നുള്ള റീഡിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതിലും അഡീഷണലി എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം എന്ന് മാത്രം. അതങ്ങനെ അങ്ങനെ നോക്കി നോക്കി പോകണം. ഇതേ സെയിം ഫങ്ഷൻസ് തന്നെയാണ് എല്ലാ സംഗതി വർക്ക് ചെയ്യാനുള്ളത്. എല്ലാ തിയറിയിലും അല്ലെങ്കിൽ എല്ലാ ഫോൾട്ട് ഫൈൻഡ് ചെയ്യുമ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യാനുള്ളത്. പക്ഷെ സർക്യൂട്ട് ഒന്ന് മാറും, കുറെ കമ്പൗണ്ട്സ് വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 90% നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ കിട്ടും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് വളരെ കുറവ് മാത്രമേ. അപ്പൊ ഈ ഒരു കണക്ഷൻ മാത്രമായിട്ട് പോക്കൊക്കെ വളരെ കുറവ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നാലും ആ സാധ്യത നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തള്ളി കളയാൻ പാടില്ല എന്നർത്ഥം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?